ഗൈസ്, വെൽക്കം ബാക്ക് ടു മിച്ചൻ വ്ളോഗ്സ്. സോ ഇന്ന് ഞാനൊരു പുതിയ സെഗ്മെൻറ്റ് തുടങ്ങുകയാണ്. ഇങ്ങനെ ഇതിനൊരു കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം സാധാരണ വ്ളോഗിൻ്റെ വീഡിയോസൊക്കെ ഇടയിൽ ഇട്ടുകൊണ്ടിരിക്കും. ബട്ട് ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിൽ ഉള്ള ഒരു പ്ലാനാണ്. കാരണം ബീങ് എ ബിഗ് ഫാമിലി, ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് നോ ബാക്കിയുള്ളവരെ കുറിച്ച് അത്രയും. കാരണം ഇറ്റ്സ് വെരി ഹാർഡ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഫോർ ഫങ്ഷൻസ്. സോ അതുകൊണ്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കുറച്ചുകൂടെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരെ ലോകത്തിനോട് പ്രോപ്പറായി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പുതിയ സെഗ്മെൻറ്റ് തുടങ്ങുകയാണ്, കിഴക്കേൽ ബൈറ്റ്സ്. അപ്പോൾ ഈ കിഴക്കേൽ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. കിഴക്കേൽ എൻ്റെ കുടുംബ പേരാണ്. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തലമൂത്തപ്പന്മാർ അങ്ങനെയൊക്കെ വിചാരിക്കും നമ്മൾ. ബട്ട് എൻ്റെ ഫാമിലിയുടെ സിറ്റുവേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയത് കൊണ്ട് ഞാൻ ഇന്നെൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ സത്യം പറഞ്ഞാൽ വി ആർ വെരി പ്രൗഡ് ഓഫ് ഹർ, ബിക്കോസ് അറ്റ് എ വെരി യങ് ഏജ് ഷീ ഈസ് അക്കംപ്ലിഷ്ഡ് ക്വൈറ്റ് എ ലോട്ട്. ആൻഡ് അന്യനാട്ടിൽ കടന്ന് അവൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അന്യനാട്ടിലായതുകൊണ്ട് തന്നെ അവളെ വല്ലപ്പോഴും കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവൾ ഇന്നിപ്പോൾ കയ്യിൽ നേരിട്ട് കിട്ടിയത് കൊണ്ട് അവളെ വെച്ച് ഈ വ്ളോഗ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ അവളുടെ ശബ്ദം കേട്ടവർക്ക് again I would like to say her name is Arsha Plasen. Camera action. Hello guys, welcome back to Mitchen Vlogs. I mean Bites. മിച്ചൻ വ്ളോഗ്സ് തന്നെയാണ്. കിഴക്കേൽ ബൈറ്റ്സ് ആണ് നമ്മുടെ പുതിയ Welcome back to Mitchen Vlogs with Kirakil Bites. Yeah. And എന്നെ പറ്റി പുള്ളിക്കാരത്തി പറഞ്ഞ കാണുന്നു. നോർമലായിട്ട് സംസാരിക്കും പ്ലീസ്. Sorry, what to do. എന്നെ പറ്റി അവർ പറഞ്ഞാണല്ലോ. നിന്നെ കുറിച്ച് അറിയിക്കാനാണല്ലോ ചെയ്യുന്നത്. ഇതാണ് നോർമൽ. നമുക്ക് ഇതാണ് ഈ മലയാളമാണ് നമുക്ക് വേണ്ടത്, റൈറ്റ്? സോ ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഗിവ് നിന്റെ പെണ്ണാടലല്ലേ ഇൻട്രോ? എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ആദ്യ പേര് ഇവള് പറഞ്ഞ അത്രയും തള്ളൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ വളരെ സത്യസന്ധമായ കാര്യം ഇതിനു മേലെ ഞാൻ അവളോട് ഇന്റർവ്യൂയോട് ചോദിക്കാം. പ്ലീസ് സ്റ്റാർട്ട് വിത്ത് യുവർ നെയിം. 5 വയസ്സുള്ള കുട്ടി UKG പോകുമ്പോ കൊടുക്കുന്ന ഇൻട്രോ ആണിത്. പിന്നെ എന്റെ ഗെയിം നെയിമാണ് നാമി. ഇത് ഞങ്ങൾ വിളിക്കുന്നത് അതാ ഒരു മൂഡ് അനുസരിച്ചിരിക്കും. മോസ്റ്റ്ലി നമ്മൾ അവിടെ വിളിക്കുമ്പോ ടീച്ചർ തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ ഓരോ മൂഡും സർക്കംസ്റ്റൻസും സർക്കംസ്റ്റൻസസ് അനുസരിച്ച് പേരുകൾ മാറുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം ഇവളെന്നാണ് എൻ്റെ ടെക്നിക്കലി സ്പീക്കിംഗ് എന്നെക്കാളും 1 വയസ്സ് മുമ്പ് അല്ലേ? ഒന്നല്ലേ ഇപ്പൊ കറന്റ് ഞാനിപ്പോ നിന്നെ സ്പെഷ്യലായിട്ട് ഗസ്റ്റ് വിളിച്ച് ചോദിക്കാൻ നിന്നെ എപ്പോഴും കയ്യിൽ കിട്ടാറില്ല. അതുകൊണ്ടാണ് വൈ എന്താണെന്ന് പറയും. ബിക്കോസ് ഞാൻ വളർന്ന് പന്തലിച്ചു ഗൈസ്. ആന്ന് വന്നിരിക്കുക. നീ എന്റെ എന്റെ കയ്യിൽ കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ ഇവിടെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പുറത്തൊക്കെയാണ് ജോലി ചെയ്യുന്നത്. സോ എവിടെ? പുറത്തെവിടെ? കാനഡയിലാണ്. ഉറക്കെ പറയും. കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. അയ്യത് പെട്ടെന്ന് ആക്സിഡന്റ് ഒക്കെ മാറി അങ്ങനെ എന്താന്നറിയില്ല. കാനഡയിൽ പോയി അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാം അത് ശരിയാണ്. നമ്മള് ഈ പുറത്ത് എവിടെയെങ്കിലും പഠിക്കാൻ പോയത്, കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോയാൽ എങ്ങനെ വന്നാലും മലയാളികൾ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. അവിടെ ഈ പലരും പല പ്രദേശത്തു നിന്നുണ്ടാകുമ്പോൾ നമ്മൾ അവസരം വീട്ടിൽ ഒന്ന് മലയാളം പറയുമ്പോൾ ഒരു അവിയൊരു പരിപാടി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. പല സ്ലാങ് ഇടയ്ക്ക് മലയാളം തന്നെയാണോ പറയുന്നത്? നല്ല എനിക്ക് മലയാളം. പക്ഷെ നമ്മമായി അത് എൻ്റെ ഒപ്പം കാനഡയിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ കാനഡയിൽ ഇപ്പോൾ ഓട്ടോ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. എല്ലാരും കേട്ടു, കുറച്ച് ഉറക്കെ പറയും. ഞാൻ കാനഡയില് ഇപ്പോ ഓട്ടോ കാഡ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അവൾ നോർമലായിട്ട് പറയുമ്പോ നോർമൽ മലയാളവും അവൾ ഞാൻ ഒറ്റ കൂടി പറയുമ്പോ ഇട്ടാ ആ ഒരു ആക്സെന്റ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് വരുന്നത് പറയൂ. അപ്പം നമ്മൾ ഇവിടെ കുറിച്ച് ഇവളുടെ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനകരമായ ഒരു അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ, she is obviously our age group.
18s നീയോ 80s ആയിരിക്കും കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ്. ബട്ട് യാ നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ വെച്ച് നോക്കുമ്പം ഷീസൊക്കെ വേറെ ആരും അങ്ങനെ അല്ല. ബട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ ബി കൺസിഡർ ഗുഡ് അക്കംപ്ലിഷ്മെന്റ്. ഇവള് അന്യനാട്ടിൽ കിടന്ന് ജോലി ചെയ്തിട്ട് അവളുടെ അമ്മയുടെ പ്രാർത്ഥനയും അവരുടെ ആൻറ്റിയുടെ ആഗ്രഹവും ഒക്കെ വെച്ചിട്ട് അവളുടെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ ചേച്ചിയാണ്. വൺ ഓഫ് ദ ചേച്ചി കണക്കൊന്നും കിട്ടാൻ സോ അത് അപ്പം അങ്ങനെ അപ്പം ആൻറ്റിയുടെ ഒരു ആഗ്രഹപ്രകാരം അവൾ അധ്വാനിച്ച് ഉണ്ടാക്കി അവളൊരു വീട് വാങ്ങിച്ചവളാണ്. ഞങ്ങളിവിടെ സ്വന്തമായിട്ട് അങ്ങനെ. പക്ഷെ ദ പോയിന്റ് ഈസ് യു ബോട്ട് ഇറ്റ്, ഇറ്റ്സ് യുവർ ഹൗസ്. അപ്പൊ അതൊരു വലിയ അക്കംപ്ലിഷ്മെന്റ് ആണ്. വി ആർ വെരി പ്രൗഡ് ഓഫ് ഇറ്റ് അബൌട്ട് വേറെ ആരും അങ്ങനെ മോശം അങ്ങനെയല്ല. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ആയിത്തീരാനും എല്ലാത്തിനും ഒറ്റയ്ക്ക് ആണ് ഞാൻ ചെയ്തതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഈവൻ ലൈക്ക് എൻ്റെ ബാഡ് കണ്ടീഷനിലായിരുന്നപ്പോഴും എൻ്റെ ഫാമിലി, മൈ ഫ്രണ്ട്സ്, എവ്രി വൺ ഹെൽപ്പ് മീ അലോട്ട്. സോ അതൊന്നും ഒരിക്കലും മറക്കത്തില്ല. സോ ദാറ്റ് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ എലോൺ അല്ല, നിനക്ക് കുറെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് സപ്പോർട്ട് ഒരു ഒരു വാക്കുണ്ടല്ലോ, ഇങ്ങനെ ചേർന്നൊരു വാക്കും ഇംഗ്ലീഷിൽ ഇങ്ങനെ വാക്കുകൾ ചെയ്യും. കാനഡയിൽ പോയിട്ട് ഇങ്ങനത്തെ വാക്കുകളൊക്കെയാണോ പഠിക്കുന്നത്? നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് എഫേർട്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇവളുടെ ഇതൊക്കെ ഞാൻ അതുപോലെ തന്നെ ഇട്ടേക്കും. ഞാൻ നിങ്ങൾ ഇതിലൊന്നും ഐ വിൽ നോട്ട് എന്താ ഡിവോയ് യു ഫോർ ഓൾ ദീസ് ഗ്രേറ്റ് ബിഗ് വിൽ നോ മൈ. That's the whole point. അത് ശരിയാണ്. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ വളരെ അധികം ഉള്ളൊരു ഒരു വലിയൊരു പ്രത്യേകതയാണ്. ഞങ്ങളുടെ കുടുംബത്തില് ആര് പുറത്തു പോയാലും the way we poise ourselves, so especially ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, പുതിയതായിട്ട് കാണുന്നുണ്ട്. ഞങ്ങൾ കണ്ട മാലാഖ കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്ന് അത്ര പോയിസ്റ്റ്, അത്ര ജാടല്ല. നമ്മൾ ആ ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടിരിക്കും. നമ്മൾ മാക്സിമം എൻഗേജ് ചെയ്യാതിരിക്കും. പുറത്ത് വരുന്നത് കുറവാണ്. എനിക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞാൻ പെട്ടെന്ന് അതങ്ങ് മിങ്കിളായിപ്പോയി. ചിലപ്പോൾ എനിക്ക് അതുകൊണ്ടായിരിക്കും. ബട്ട് പൊതുവെ ബാക്കി എല്ലാവരും, ഞാൻ എൻ്റെ ഫാമിലിയിലെ ബ്ലാക്ക് ഷിപ്പാണ്. ഐ ആം വെരി ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദം. ബട്ട് ഇവർ ഇങ്ങനെ ഭയങ്കര സെക്യൂർഡ് ആയിരിക്കും. പക്ഷെ ഇവർ ആവൃത്തി അറിഞ്ഞാണ്ടല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ കൂതറുകളാണ്. മാലാഖമാര് ആണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. ചെറുതാൻ സ്നേഹിച്ചു അത് വേറെയാണ്. ഗുഡ് പോയിന്റ്, നെവർ മൈൻഡ്. സോ ഞങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ്. ആൻഡ് പിന്നെ എന്താണ് ഇപ്പൊ ചോദിക്കാന്ന് വെച്ചാൽ ഫാമിലി അപ്പൊ നമ്മുടെ ആന്റിയുടെ കാര്യം പറഞ്ഞു. പിന്നെ എനിക്ക് നമ്മുടെ ചേച്ചിയുണ്ട്. ചേച്ചിക്ക് 2 പിള്ളേരുണ്ട്. രണ്ടാമത്തെ ആൾ ഇപ്പൊ ഈ ഇടയ്ക്ക് ജനിച്ചതേ ഉള്ളൂ. സോ ഐ ആം ആന്റി അഗൈൻ. രണ്ടാമത്തെ ആന്റി ആയിരുന്നു എനിക്കറിയാം. അല്ല, ഞാൻ ജനിച്ചതേ ഒരു ആന്റി ആയിട്ട്. സത്യം. ഓ മൈ ഗോഡ്. ആൻഡ് വി ആർ അമ്മുമാസ്. No, we are not revealing that to the outside world. I'm no. sorry. Cut that part. അതെ പറഞ്ഞിട്ട് cut that part. Unfortunately, because of huge family dynamics, ഞങ്ങൾ ജനിച്ചത് ആന്റിമാരായിട്ടാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ kind of ഉമ്മമാരെ But I consider myself as a chechi for every kid, you know. And but none of them think that. അത് വേറെ. No, they call me. ഏത് ചേച്ചി? എന്റെ ചേച്ചിയുടെ കൊച്ചിനെ ടിജാ ടിജാ. ആദ്യക്കുട്ടെ. പക്ഷെ അവൻ എന്നെ ആന്റി തന്നെ വിളിക്കുന്നത്. ചേച്ചി ചേച്ചി കൊച്ചിനെ ഇത് ചേച്ചി. അവൻ വളർന്നു വരുമ്പോഴത്തേക്ക് നീ കെട്ടും കഴിഞ്ഞ് കൊച്ചുങ്ങളായിട്ടിരിക്കുകയാണ്. നിന്നെ ഏത് ആംഗിളിൽ നിന്ന് അവൻ ചേച്ചി എന്ന് വിളിക്കുന്നത്? നമ്മൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അത് വേറെ. പിന്നെ എന്താണ് പറഞ്ഞാൽ യെസ്. അപ്പം ചേച്ചിയുടെ പേര് പറ. അയ്യോ, എന്റെ ചേച്ചിയുടെ പേര് അനുപ്ലാസ്. ഓ, ആദ്യത്തെ കുട്ടിയുടെ പേര് അതൊരു രണ്ടാമത്തെ കുട്ടിയുടെ പേര് ഏഡൻ. നിങ്ങൾക്ക് അവിടെ ഒരു ട്വിസ്റ്റ് തോന്നിയില്ലേ? ട്വിസ്റ്റ് ബിക്കോസ്
religion marriage ആയിരുന്നു. So first I'll have like a Hindu side thing. If I'm not അങ്ങനെ നെയ്മിന് റിലീജിയസ് ആയിട്ട് കൊടുക്കണ്ട. ബട്ട് ഇല്ല, അത് വേണ്ട, കുഴപ്പമില്ല. അത് അല്ല, നമ്മൾ എല്ലാം കെട്ടിയതാണ്. പക്ഷേ അത് അങ്ങനെയല്ല, അത് മിസ്കൺസെപ്ഷൻ അല്ല. അത് യൂഷ്വലി പബ്ലിക് കോൺസെപ്റ്റില് പബ്ലിക് കോൺസെപ്റ്റ്. അവര് തന്നെ ലൈക്ക് ഒരു നീ അളിയന്റെ പേര് പറഞ്ഞില്ല. അലിയന്റെ പേര് സന്തോഷ്. എനിക്കും ബാക്കി അറിയില്ല. നായർ എന്ന് ആണ്. ആയിരിക്കും, ഉറപ്പാണോ? അങ്ങനെയല്ല, ഞാൻ അളിയന്റെ പേര് നേരിച്ച് പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സന്തോഷിട്ടോ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒറിജിനൽ നെയിം അറിയാമോന്ന് ചോദിച്ചു. ചില സമയം ഞങ്ങളത് മറന്നു. ഞാൻ ചില ഈവൻ തന്നെ കുഞ്ചിന്റെ പേരാണെങ്കിലും കുഞ്ചു ആരാണ്? എന്റെ അനിയത്തിയാണ്. അങ്ങനെയല്ല, കുഞ്ചുവിന്റെ പേരാണെങ്കിലും ഞാൻ ഇവളുടെ ശരിക്കുള്ള പേര് ആർഷയാണെന്ന് അറിയുന്നത് തന്നെ വളർന്ന് കുറെ കഴിഞ്ഞിട്ടാണ്. കാരണം ടിജ ഞാൻ കേട്ടിട്ടുള്ളത്. ചിലർക്ക് അത് മനസ്സിലാകത്തില്ല ആരാണെന്നുള്ളത്. അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇടയ്ക്ക് ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഞങ്ങക്ക് പറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ പലരുടെയും പേര് നമ്മൾ പിന്നീടൊക്കെയാണ് അറിയുന്നത്. അവരെയൊക്കെ പറ്റുന്ന അനുസരിച്ച് ഞാൻ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തായിരിക്കും. ചിലരൊക്കെ ഗ്രൂപ്പായിട്ടായിരിക്കും, ചിലരൊക്കെ സിംഗിൾ ആയിട്ടായിരിക്കും. മാക്സിമം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ടൈം ഈസ് ഓൺലി 2:26 AM. ഉയ്യോ, അത് ഞാൻ പറയാൻ വിട്ടു അല്ലേ. എന്താണ് ദിവസം? വലിയ പ്രശ്നമാണ്. ടെക്നിക്കലി സാറ്റർഡേ നൈറ്റ് ആണെങ്കിൽ ഇപ്പൊ സൺഡേ മോർണിംഗ് ആയി. ഓഫ് ജൂലൈ വാട്ട്സ് ദി ഡേറ്റ്? It's 14th of July 2024 and this is 2:26 ഇടയ്ക്ക് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്. Hopefully make bloopers. Yes, man. We work hard to make content. That is also content. Yes, everything. കൊച്ചിന് വട്ടായിരുന്നു കാര്യങ്ങള. അപ്പൊ അതുപോലെ ഇവിടെ ആനിമേ ഫാനാണ്. ഗെയിമിങ് എന്തൊക്കെയാ ഗെയിംസ് നിങ്ങൾ ഇപ്പൊ റീസെന്റ് കളിക്കുന്നുണ്ടോ? ഞാൻ ഇടയ്ക്ക് വെച്ച് വാലറന്റ് ഞാൻ ഇടയ്ക്ക് വെച്ച് കയറാൻ നോക്കി. വളരെ പരാജയം. എനിക്ക് ബോറടി, സത്യം പറയാം. ഞാൻ കയറാൻ നോക്കിയാൽ നേരെ കയറുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ബോറടി. And she can't play with us because of her computer system specific. It was too much. പക്ഷേ ഞങ്ങൾ ആക്ച്വലി ഈ ഒരുമിച്ചിരുന്ന് നമ്മൾ പൊതുവെ എപ്പോഴും സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. വി സ്റ്റാർട്ടഡ് ഒരുമിച്ചിരുന്ന് ഗെയിംസ് കളിക്കാനും എല്ലാം ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കോവിഡിന്റെ ടൈമിലാണ്. കാരണം ആ സമയം വർക്ക് ചെയ്യുന്നൊരു വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ബാക്കി എല്ലാവരും പലയിടത്ത് ട്രാപ്ഡ് ആയിരുന്നു. ഐ വാസ് സ്റ്റക്ക് ഇൻ ലണ്ടൻ. പിന്നെ ഇവിടെ വന്നാലും ലോക്ക്ഡൗൺ ആണ്. നമ്മൾ ഇവിടെ ട്രാപ്ഡ് ആയിരുന്നു. ലല്ലു ഫിലിപ്പൈൻസിലായിരുന്നു, നീ കാനഡയിലായിരുന്നു. അതാ. അപ്പം വി സ്റ്റാർട്ടഡ് വിത്ത് പ്ലേയിങ് ഗെയിംസ് വീഡിയോ കോൾ വഴി. വാട്സാപ്പിൽ മറ്റേ നമ്മള് അതുണ്ടായിരുന്നു. അല്ല, നീ നിന്നെ ഇൻക്ലൂഡ് നമ്മള് ബിങ്കോ കളിക്കുമല്ലോ. നമ്മളങ്ങനെ ലോക്ക്ഡൌണിൽ കിടക്കില്ലേ, ഒന്നും ചെയ്യാനില്ല. ആൻഡ് ആരെയും കാണാതെ ആ ഒരു ഇതിരിക്കുമ്പോൾ ഒരു ദിവസവും താങ്ക്സ് ടു വാട്സാപ്പ് ആൻഡ് ഓൾ അതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ അന്ന് നമുക്കത് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ടഡ് വിത്ത് പ്ലേയിങ് ബിങ്കോ വാട്സാപ്പ് വീഡിയോ കോൾസ്. പിന്നെ നമ്മൾ അതിൽ നിന്നും എലവേറ്റ് ചെയ്ത് വി ഫൗണ്ട് ഡിസ്കോഡ് എന്ന് പറഞ്ഞ ആപ്പ്. വി ഹേർഡ് അബൌട്ട് ദാറ്റ് ആൻഡ് അതിലൂടെ വി റിയലൈസ് ദാറ്റ് ഈ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഡിസ്കോഡിൽ വി ഫസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് വാച്ചിങ് മൂവീസ് ഒരേ സമയം. കാരണം ഒരാളുടെ സ്ക്രീനിൽ ഷെയർ ചെയ്യും, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ആ ഒരു ഇത് കാണും. ഇങ്ങനെ കുറേ മൂവീസ്, ഓരോരുത്തരുടെ സജഷൻസ് ഓരോ പല ടൈമിലേക്ക് ഇരുന്നാണ് ഈ കാണുന്നത്.
ചിലരൊക്കെ കണ്ട് ഉറങ്ങാറൊക്കെ ഉണ്ട് അവിടെ അത് മ്യൂട്ട് ചെയ്യണം അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മള് ഒരു ചാലഞ്ച് എടുത്തായിരുന്നു, നമ്മൾ സ്റ്റാർ വാർസ് കണ്ടു തീർക്കുമെന്ന്. അത് നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തില്ല സത്യം. ഇവരെല്ലാരും എന്നെയും ഞാൻ എൻ്റെ അനിയനുണ്ട് ജോമി, ഞാൻ അവന് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് 3 എണ്ണം ഞങ്ങൾ കണ്ടു. ഞാൻ 3 മൂവിയുടെ പകുതി വെച്ചു പിന്നെ ഞാൻ ഞങ്ങളത് അങ്ങ് ഒതുക്കി. കാരണം അതിനുശേഷം ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതായപ്പോ ലൈക്ക് ഓക്കെ ഫൈൻ വേണ്ട എന്നുള്ളത് അങ്ങനെ. പിന്നീടാണ് നമ്മളത് ഗെയിമിങ്ങിലേക്ക് പോയത്. ഈ ടൈമിങ്ങിന്റെ കൂട്ടുപോയാണ് സോറി ചെയ്യാനാ ഞാൻ വളരെ ബട്ട് അത് കഴിഞ്ഞിട്ട് ആണ് നമ്മള് പബ്ജിയിലേക്ക് അതിന് മുന്നേ ഉള്ളത്. പക്ഷെ അതിന്റെ ഇടയിൽ എപ്പോഴും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഇതായിരുന്നു പബ്ജി ആയിരുന്നു. പിന്നെ അതാ നമ്മൾ ഓരോ ചെയ്തു മൂവീസ് ഇങ്ങനെ ഒരുമിച്ച് കാണാൻ തുടങ്ങി. ഈ ഇങ്ങനെ ഡിസ്കോഡ് ഇതൊക്കെ വഴി ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ കുറേ അവേഴ്സ് വി സ്പെൻഡ് അവേഴ്സ് ഓൺ വീഡിയോ കോൾസ് അല്ലെങ്കിൽ ചുമ്മാ ഗ്രൂപ്പ് ഓഡിയോ കോൾസ്. എനിക്ക് കാനഡയിൽ തന്നെ എനിക്ക് അവിടെ എൻ്റെ റൂംമേറ്റ്സിനെക്കാട്ടുള്ള കൂടുതൽ ഇൻട്രാക്ഷൻ എനിക്ക് ഇവര് തമ്മിലാണ്. കാരണം ഞങ്ങൾ ജസ്റ്റ് ചിലര് ഡിഫറൻസ് ഉള്ള വീഡിയോ കോൾ പറ്റില്ല. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ചുമ്മാ ഓഡിയോ കോൾസ് ആണെങ്കിലും ചെയ്യും. വേറെ ട്രാവലിംഗ് ഓൾസോ. അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ യു വെന്റ് ടു നയാഗ്ര അവിടെ അതിരാവിലെ വിളിച്ചെടുപ്പിച്ച് 3 മണിക്ക് വിളിച്ചെടുപ്പിച്ച് നയാഗ്ര വാട്ടർഫോൾസ് കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ്. കോവിഡ് ആ ഒരു കാര്യത്തിന് ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്. പോയിന്റിൽ ഇച്ചിരി ഹൊറർ ഞാൻ കൊടുത്തു അവർക്ക്. ബട്ട് അല്ലാതെ I apologize. You do realize it was not on purpose. But still, yeah. അതൊരു ദുരന്ത കഥയാണ്. നമുക്ക് പിന്നെ നമ്മൾ പല അല്ല എന്റെ വ്ളോഗ്സ് നേരത്തെ ലണ്ടൻ വ്ളോഗ്സിന്റെ ഇടയിലൊക്കെ വെച്ചിട്ടൊരു പിക്ചർ കിട്ടും, അത്രേ ഉള്ളൂ. അതിന്റെ ഇന്റൻസിറ്റി എന്റെ അപ്പന്റെ ഇന്റർവ്യൂ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. ബട്ട് ബട്ട് getting to being back among people, spending time with them, അതിന്റെ ഒരു വാല്യൂ നമ്മൾ അറിഞ്ഞത് കോവിഡിന്റെ ടൈമിലാണ്. അത് മാത്രമല്ല, ലൈക്ക് വെൻ ഐ വാസ് ഹിയർ ബിഫോർ 8 years എവരുമായിട്ട് മോസ്റ്റ്ലി എല്ലാ ക്രിസ്മസ് എല്ലാ ഓണം ഇറ്റ് വാസ് ലൈക്ക് അമേസിങ് ടൈംസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഒരുമിച്ചായിരിക്കും. വി ഹാഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ആൻഡ് പിന്നെ കാനഡയിലായി കുറച്ച് നാൾ ആരുമായിട്ട് എനിക്ക് അങ്ങനെ വലിയ കോണ്ടാക്ട്സ് ഇല്ലായിരുന്നു. മൈ സ്റ്റഡീസ്, വർക്ക്, ജോലി തിരക്കുകളെല്ലാം കണ്ടുപിടിക്കണം, അത് ചെയ്യണം. എവറിത്തിങ് വാസ് സോ ഹെക്ടിക് ഓവർ ദെയർ. പിന്നെ അതൊക്കെ പതിയെ സ്ലോ ഡൗൺ ആയി ഓരോന്നായിട്ട് മാറി ബെറ്റർ ലൈഫായി വന്നു. അങ്ങനെ തിരിച്ചെല്ലാവരായിട്ട് പിന്നെയും മൂവ് ചെയ്തു. ഐ റിയലി മിസ്ഡ് എന്ന് പറഞ്ഞാൽ കാനഡയിൽ പോയി കഴിഞ്ഞാൽ ഈവൻ അവിടുത്തെ എന്താ പറയുക എൻവയോൺമെൻറ്റ് കാര്യങ്ങളെല്ലാം എനിക്കിഷ്ടമാണ്. ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. ബട്ട് അവിടെ ഉള്ള ഏറ്റവും വലിയ മേജർ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സാണ്. ദ ടൈം ദാറ്റ് ഐ ഹാവ് ഓവർ ഹിയർ അതെനിക്ക് ഒരിക്കലും അവിടെ അച്ചീവ് ചെയ്യാൻ ലൈക്ക് ഐ ഹാവ് ഫ്രണ്ട്സ് ഓവർ ദെയർ ബട്ട് ഇറ്റ്സ് ലൈക്ക് എ വെരി ഡിഫറെൻറ്റ് എനിക്ക് ഇത്രയും ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഇവരുടെ കൂടെയാണ്. ലൈക്ക് ദ ഫ്രണ്ട്സ് ഓവർ ഹിയർ. പിന്നെ അവിടെ ഞാൻ ഫ്രീ ആണ് ബട്ട് ഐ ഡോണ്ട് നോ ലൈക്ക് ഡിഫറെന്റ് ആണ്. കുഡ് ബി ഡിഫറെന്റ് മേ ബി. ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് കൊച്ചിലെ തൊട്ട് the things we've been through വരുന്നുണ്ട്. ദിസ് ഇസ് എ വെരി ബിഗ് ഇന്റർവ്യൂ. കാരണം ഇവരുടെ കൂടെ ഇതൊക്കെ പറഞ്ഞ് ഡാർക്ക് സീക്രട്സ് പുറത്ത് കൊണ്ടുവരാണ്ട് ഇന്റർവ്യൂ ആണ് ഇതല്ല. സോ we are getting to the childhood part, right? So this is all part of അങ്ങനെ ഒരു like it's a huge segment, I get that, but yeah what was I saying? So ആ ഒരു ലെവൽ ഓഫ് ഇന്റിമസി നമുക്ക് അവരോട് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ കുറച്ച് വളർന്നവരാണ്. we know our weaknesses, we know നമ്മുടെ ഇഷ്ടങ്ങൾ, how we used to be. കാരണം നമ്മൾ അത്ര ഓപ്പൺ ആണ്. ആ ഒരു കാര്യത്തിൽ the biggest blessing that we have as a family is the family itself. It's huge. ഞങ്ങൾക്ക് ബേസിക്കലി പുറത്തുനിന്നൊരു ഫ്രണ്ട് സർക്കിൾ അത്ര അത്യാവശ്യമല്ല എന്നുള്ളൊരിതാണ്. കാരണം ഞങ്ങൾ അങ്ങനെയാണ്. ഇമ്മൻസ് നമ്പർ ഓഫ് പീപ്പിൾ ഒബ്വിയസ്ലി. ആൻഡ് പലരും
ഓൾമോസ്റ്റ് സെയിം ഏജ് ഗ്രൂപ്പും കൂടെ ആവുന്നുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു ചിന്താഗതി ആ ഒരു ലെവലിൽ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഇനി ഇപ്പൊ ഫ്രണ്ട്സ് ഇല്ലാത്തൊരു ലോൺലി എന്നുള്ളൊരു ഫീലിംഗ് പറ്റില്ല. നമ്മളുടെ ഗാങ്ങിലേക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ പോലും വെൽക്കം, അക്സെപ്റ്റ് ആണ്, ഓപ്പൺ ആണ്. അതാണ് ലൈക്ക് ഇപ്പോൾ ഇവളുടെ ഒരു ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഐ വിൽ സ്റ്റാർട്ട് ട്രീറ്റിംഗ് ദം ആസ് മൈ ഓൺ ഫ്രണ്ട്സ്. ബട്ട് ഇഫ് എൻ്റെ ഒരു ഫ്രണ്ടും വേറൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഐ വിൽ ടേക്ക് സം ടൈം ടു ലൈക്ക്. പക്ഷേ ഇത് വരുമ്പോഴത്തേക്കും ഐ ലൈക്ക് ഓക്കെ യു ആർ ഓൾസോ മൈ ഫ്രണ്ട്. അത് കാരണമുണ്ട്. വി മേക്ക് ഷുവർ നമ്മളുടെ ഇടയിലേക്ക് വരുന്ന ഒരു ഫ്രണ്ട് ഇൻട്രൊഡ്യൂസിങ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ കൊണ്ടുവരുമ്പോൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരും എന്നുള്ളൊരു ട്രസ്റ്റ് നമുക്കുണ്ട്. സമ്മൺ ഹൂ വിൽ മിങ്കിൾ വിത്ത് us എന്നുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വിത്ത് വൺ പേഴ്സൺ ആ ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ വർക്ക്ഔട്ട് ആവാറ്. നല്ല രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. സോ ഒരു ബേസിക് ബാക്ക് ഇതിപ്പം കിഴക്കിപ്പോ നിന്റെ ഇന്റർവ്യൂന്ന് പറഞ്ഞ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇന്റർവ്യൂ ആയിട്ട് ആക്ച്വലി എനിക്ക് എന്നെ പറ്റി സ്വന്തമായിട്ട് സംസാരിക്കാനുണ്ടാ. ഞാൻ എല്ലാരും അങ്ങനെയാണ്. എന്താ എന്നെ പറ്റി പറയാൻ അല്ല, നമുക്ക് നിന്നെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നീ എന്റെ അടുത്ത് ഹൗ ആർ യു റിലേറ്റഡ് ടു മീ, നമുക്ക് അതൊന്നും എൻ്റെ അമ്മേൻ്റെ അനിയൻ്റെ മോള്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇവളെന്നെ അനിയൻ. പക്ഷെ ഐ കോൾ ഹർ ദീദി because I am younger to her. ഏത് വകയിൽ മനസ്സിന്റെ yeah, but we have different names. നിന്റെ പേര് പറയണം ഞാൻ. No, that's family trade secret. It will not be revealed. Actually, we have to. No. Censored. Fine. Okay, fine. Alright. So yeah, ഞങ്ങൾക്ക് കുറച്ച് വട്ടപ്പേരുകളുണ്ട്. And some of them are not very pleasant to hear. Fine, not really. അത് നമ്മുടെ ട്രേഡ് സീക്രട്ട് വേണമെങ്കിൽ നമ്മുടെ ബുക്ക് ഓഫ് ട്രേഡ് സീക്രട്സ് എഴുതി. ഞാൻ നേരെ കൊണ്ടു ബട്ട് യാ അങ്ങനെ കുറെ പേരുകളൊക്കെ ഉണ്ട്. സോ യാ ഷീ ഈസ് ടെക്നിക്കലി ഞങ്ങൾക്ക് കസിൻസ് എന്നുള്ള വാക്ക് ഐ ഡോണ്ട് യൂഷ്വലി യൂസ് ഇറ്റ്. ഈവൻ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അവർ ചോദിക്കുമ്പോഴത്തേക്കും ഇതെൻ്റെ ചോദിക്കും നിനക്ക് ഇത്രയും പേരുണ്ടോ. സ്വന്തമായിട്ടൊരു ചേച്ചിയുണ്ട്, പക്ഷേ കസിൻസ് ആണ്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ടു കോൾ വി ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. വി യൂസ് ടു ഗ്രോയിങ് ടുഗദർ ഇൻ ദ സെയിം ഹൗസ് ഒരു പോയിന്റ് വരെയൊക്കെ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കുറെ കാലം അല്ലെങ്കിൽ വി സ്പെൻഡ് സോ മച്ച് ടൈം വിത്ത് ഈച്ച് അതർ. എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ്, ഞാൻ സ്കൂളിലായിരുന്നാലും എനിക്ക് സ്കൂൾ ഫ്രണ്ട്സിനെക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് ഇവരോട് തന്നെയാണ്. വേറെ എനിക്ക് സ്കൂളിൽ ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് ഔട്ട് ഓഫ് ഫാമിലി ആയിട്ട് ഭയങ്കര റയറായിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും അങ്ങനെയാണ്. ആക്ച്വലി ഞങ്ങളുടെ ജനറേഷനിൽ എല്ലാവരും ബാക്കി മേളുള്ള താഴെയുള്ളവരൊന്നും വലിയ നമ്മളുടെ ജനറേഷൻ മീൻസ് 25 അല്ല അക്ക ആയിട്ടുണ്ട് ഇളയതല്ലേ. ടെക്നിക്കലി ടെക്നിക്കലി അക്കയല്ലേ അല്ല അക്ക. You're giving all the trade secrets away right now. I'm sorry. അവർക്ക് പറ്റേ എന്ന് പറയുന്നില്ല. See, the thing is that I have so much എന്നല്ല എന്നെക്കാളും സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ അവരെ പറ്റി സംസാരിക്കും. ഇതാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. ഇവരുടെ ഒറിജിനൽ പേര് മറന്നുപോയിട്ട് ഈ പേരുകൾ വായിൽ വരുന്നുള്ളൂ. That's the problem. Jomi. Technically speaking, ജോമിയാണ് youngest, but അനോജ് നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ വരുന്നോണ്ട് അനോജാണ് youngest. അപ്പൊ നമ്മുടെ ആ ഏജ് തൊട്ട് സച്ചിൻ ചേട്ടൻ ആ ഒരു ഏജ് വരെയാണ്. I'm thinking 1990s to 1990s to 2000 വരെ. ആ കറക്റ്റ് ആ ഒരു 10 years. അനോജാണ് 2000 ബാക്കിയല്ല 20 ആളാണ്. ബാക്കിയുള്ള 90s babies പക്ഷെ ആണ്. അവള് നമ്മള് 2000 ആയിട്ട് കണക്കാക്കാറില്ല. അവള് നമ്മളോട് കൂടി 90s. അവളുടെ പേര് പറഞ്ഞു. ഇനി എന്താണ് ഇത്രയും പറഞ്ഞിട്ട് നിന്റെ പേര് പറയാതിരിക്കുന്നത് വളരെ മോശമാണ്. അങ്ങനത്തെ എനിക്ക് വേറെ പേരുണ്ടല്ലോ. അത് ശരിയാണ്. ഗുഡ് പോയിന്റ്. യാ ഓക്കെ. No, we are not going there. Alright. Okay. And yeah, so ഒരു ഏജ് ബാൻഡിലുള്ളവര് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഏതാണ്ട് ഒരു പോയിന്റ് വരെ വളർന്നുകൊണ്ട് ആ ഒരു ഇതാണ്, ആ ഒരു ബോണ്ടാണ്, അങ്ങനെയാണ്.
പിന്നെ പിന്നെ ഇതിന്റെ ഒരു മെമ്മറി പറയാം. ഒരു എന്നുവെച്ചാൽ അങ്ങനെ ഓഞ്ഞ മെമ്മറി ഒന്നും പറയരുത്. നമ്മൾ എന്തായാലും കുഞ്ഞിലേക്ക് എന്തായാലും നമ്മൾ കുറേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് മുള്ളോളയിലുള്ള ഷിപ്പ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് മുള്ളോളയില് നമ്മുടെ പറമ്പില് നമുക്കൊരു മുള്ളോള എന്താന്ന് പറയുന്നത്? മുള്ളോള എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴക്കേ ഫാമിലി തറവാടാണ്. നമ്മുടെ ഇത് സ്ഥലം എന്റെ എക്സ്പ്ലനേഷൻ ഭയങ്കര ഓടാണ്. വീടിന്റെ പേര് സുജാഭവൻ. ഇപ്പൊ അത് കിഴക്കേ സുജാഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നമ്മുടെ പറമ്പിൽ നമുക്ക് ഒരു പേരയ്ക്ക മരമുണ്ട്. ആ പേരയ്ക്ക ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത പേരാണ്. അത് സത്യമാണ്. ബിക്കോസ് അതിൽ കഴിച്ചു വന്നത് നമ്മളാണ്. വളർന്നു ഉപമിച്ച വാക്ക് മാറിപ്പോയി. ഉപമിച്ചല്ലേ ഉപയോഗിച്ചത്? ഒന്നും അറിഞ്ഞൂടാ. നീ എന്താണ് നമ്മൾ ജോലി ചെയ്തത്? എനിക്ക് പറയാം. എനിക്കിപ്പോ അപ്പൊ അവിടെയാണെങ്കിൽ നമ്മള് ആ പേരൊക്കെ മരത്തില് ഞാൻ, ദീപ്സ്, കുഞ്ചു, കുട്ടൻ, ഒറിജിനൽ പേര് ലല്ലു, കെവിൻ, ജോമി, സച്ചിൻ ചേട്ടൻ, അജോ, ജസ്മി, അവളെ ബോബിന്ന് വേറെ പേര് മിഥുൻ, മുകിൽ. പക്ഷെ അവരങ്ങനെ ഇല്ല, അധികം ഇല്ലായിരുന്നു. ഗുഡ് പോയിന്റ്. അജോ 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 ആയിരുന്നു നമ്മളുടെ ഡോക്ടർ. നമ്മുടെ ക്യാപ്റ്റൻ അല്ല, അജയാണ്. അജയാണ് ഷിപ്പിന്റെ ക്യാപ്റ്റൻ. സച്ചിൻ ചേട്ടനാണ് ഷിപ്പിന്റെ കോ ക്യാപ്റ്റൻസ്. കാരണം അവർക്ക് മാത്രമേ മരത്തിന്റെ അത്രയും ഹൈറ്റ് കേറാൻ പറ്റുള്ളൂ. എന്നെ ഇടയ്ക്ക് വെച്ച് കേറാൻ നോക്കി ആ പേരൊക്കെ മരം നമ്മുടെ എല്ലാവരെയും അന്ന് പിള്ളേരായോണ്ടായിരിക്കും ആ വെയിറ്റ് എങ്ങനെ താങ്ങിയെന്ന് എനിക്കറിയത്തില്ല. അത് പിള്ളേര് മാത്രമല്ല ഇത്ര ഉണ്ടായതുള്ളൂ നമ്മളൊക്കെ. ഡോക്ടർ അന്നും സച്ചിൻ ചേട്ടൻ, ഇന്നും സച്ചിൻ. അന്നും നമ്മളെ നോക്കിയിരുന്ന സച്ചിൻ ചേട്ടൻ, ഇന്നും സച്ചിൻ ചേട്ടൻ തന്നെ നോക്കുന്നത്. അജോ പേരൊക്കെ മരത്തിൽ താഴേക്ക് വീണു. അങ്ങനെ ഉണ്ടായതുണ്ട്. കാരണം ആ പേരയ്ക്ക് മരത്തിന് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് താഴ്ന്നു വരുന്ന ഒരു കൊമ്പുണ്ടായിരുന്നു. അതിങ്ങനെ തറ പറ്റി നിൽക്കും. അത് ഈ കിടന്ന് ഇങ്ങനെ ബൗൺസ് ചെയ്ത് കളിക്കുകയായിരുന്നു. ഞങ്ങള് കുറെ കാലം അങ്ങനെ ചെയ്യുമായിരുന്നു. ബട്ട് ഗോഡ് ദാറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ. ആൻഡ് അവരോട് നമ്മൾ എന്തൊക്കെയുണ്ട്, നമ്മൾ പൈററ്റ് ഷിപ്പ് ആക്കിയിട്ടുണ്ട്, സ്പേസ് ഷിപ്പ് ആക്കിയിട്ടുണ്ട്. ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ. അത് ഒരിക്കലും കായ്ച്ചിട്ടില്ല എന്നുള്ളത് അത് വേറെ കാര്യം. പിന്നെ നമ്മളത് പിന്നെ അത് ആക്ച്വലി ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ഒരു സൈഡ് അത് ആക്ച്വലി പൊട്ടിപ്പോയി. ഞാനത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. ജസ്റ്റ് ഒന്ന് നോക്കും. അതാണ് കാരണം ആ പറമ്പില് നമ്മള് ഓടിച്ചേട് നടന്നതിന്റെ ഒരു രസം. ആ ഒരു വീട് ഇത്രയും വർഷം കഴിഞ്ഞാലും അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും വരുന്ന മെമ്മറീസ്, ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് നല്ലൊരു നമുക്ക് ഫീൽ ബിസി ഹെക്ടിക് ടൗൺ ലൈഫിൽ നിന്ന് ഒരു ടോട്ടലി വില്ലേജ് ഏരിയയിലേക്ക് പോയി. ആൻഡ് അത് ഇത്രയും ഞങ്ങൾക്ക് വീടിങ്ങനെ നടുക്കാണ്, ചുറ്റും പറമ്പായതുകൊണ്ട് സാമാന്യം സെക്ലൂഡഡ് ആണ്. അവിടെ ഒന്ന് ബഹളം വെച്ചാൽ അധികം ശബ്ദം പുറത്തേക്കൊന്നും പോകാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും വലിയ ഫാമിലി ആയതുകൊണ്ട് ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ സ്പീക്കറൊക്കെ വെച്ചിട്ടാണ്, മൈക്ക് സ്പീക്കറൊക്കെ വെച്ചിട്ടാണ് ഓരോ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് വേറെ അത് നല്ലതാണ്. അത് ഇടയ്ക്ക് വെച്ച് എൻ്റെ അപ്പൻ വെട്ടാനൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വടിവാളം എടുത്ത് ഇറങ്ങി തൊട്ടു. പിന്നെ നമുക്ക് ക്രിസ്മസ് ടൈമില് നമ്മളവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ക്രിസ്മസ് ട്രീ ഹണ്ടിനൊക്കെ പോകും. പാഴായിട്ട് വളരണ വല്ല ചെടിയോ മരമൊക്കെ കാണും. അതിനെ ഓടിച്ചു കൊണ്ടുവരാൻ വേണ്ട പാട്. അതിന്റെ മണ്ടയിലൊക്കെ കയറി ചാടിയൊക്കെ എടുക്കണം. നോർമൽ ആൾക്കാര് അതിന് കട്ട് ചെയ്തൊക്കെ കൊണ്ടുപോകും. ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് ഓഫീസ് എത്രയും വലിയ നമ്മൾ അതിന്റെ മണ്ടയിൽ കയറി വളച്ചൊടിച്ച് കാണിച്ചിട്ടുണ്ട്. എന്തായാലും അത് പിന്നെ അത് കുഴി മുത്തേ ഫ്രണ്ടിലും. നമ്മുടെ കുടുംബക്കാരെ പൊതുവെ നന്നായിട്ട് പാട്ട് അയ്യോ എന്റെ പപ്പ ഈ പറയുന്ന പൊന്നങ്ങൾ നമ്മൾ എന്റെ പപ്പയാണ്. അവര് പിന്നെ പാട്ട് പാടാൻ തുടങ്ങിയ പിന്നെ അവൻ പാട്ട് പാടാൻ ചാൻസ് ഇട്ടില്ല. അത് വേറെ കാര്യം. ബട്ട് നമ്മളെ ഏറ്റെടുക്കത്തിലേക്ക്
ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞു എവിടെ എത്തിയെന്ന് എനിക്കറിയാം. അവര് പാട്ടോ നമ്മൾ അല്ല ഞാൻ എവിടെ തുടങ്ങി എവിടെ എത്തിയെന്ന് എനിക്കറിയാം. മരം ഹണ്ടിങ് അതല്ല ഞാൻ ഇപ്പം പറയാൻ വേണ്ടി പോകുന്നത് ക്രിസ്മസ് പാർട്ടിയില് നമ്മള് പാടിയില്ലെങ്കിലും നമ്മളുടെ അപ്പന്മാരും ഇറങ്ങിയ ബാക്കി അമ്മമാരും എല്ലാരും കൂടെ അങ്ങ് ചേർന്ന് നടത്തി. പിന്നെ അതാണ് അവര് തുടങ്ങിയ പിന്നെ ഞങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല. അതൊരു വളരെ സത്യമായ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് നിനക്ക് വല്ല റീസെന്റ് മെമ്മറീസ്? രണ്ട് മെമ്മറീസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഓണത്തിന് കൂടിയത് ലാസ്റ്റ് ടൈം കഴിഞ്ഞല്ലോ ഓണം. ഓക്കെ. പിന്നെ കഴിഞ്ഞ മുന്നിലത്തോ 2022 അതായിരിക്കും ഞാൻ കാനഡയിൽ പോയിട്ട് ആദ്യമായിട്ട് നാട്ടിൽ വരുന്ന ടൈമായിരുന്നു. അന്ന് എയർപോർട്ടിൽ ഇവരെല്ലാവരും എന്നെ വന്ന് പിക്ക് ചെയ്യുമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ ഇറങ്ങിയപ്പോൾ ആരെയും കണ്ടില്ല. ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ചേച്ചി ആദ്യം കുട്ടിനുണ്ടായിരുന്നല്ലോ. അതാദ്യം. പക്ഷെ നീ ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഞാൻ ഇങ്ങനെ നോക്കി എയർപോർട്ടിന്റെ അവിടെയൊക്കെ ഇവരാരെങ്കിലും വരുമായിരിക്കുമല്ലേ അപ്പൊ പക്ഷെ ഇവരുടെ മുഴുക്ക് കണ്ടിട്ട് അവരാരും വരുന്നില്ല. പിന്നെ പുറത്തിറങ്ങി നോക്കി അപ്പോഴും ആരെയും കണ്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ഫീൽ ചെയ്തത്. ബാക്കി ആരും വന്നില്ലല്ലോ, എല്ലാരും നാട്ടിലുണ്ടായിട്ട് എന്താ വരാത്തത് വന്നിട്ട് കാർ ഒട്ടിച്ചു പോയി. പെട്ടെന്ന് ഒരു കാർ നമ്മുടെ റോഡിൽ ലൈക്ക് ക്രോസ് ചെയ്ത് കാർ ഫ്രണ്ടിൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. ലൈക്ക് മൂവീസ് ലൈക്ക് ഡൂഡ് വാട്ട് അതിലൊന്നും എല്ലാരും ഇപ്പൊ നിങ്ങളെ കീപി ശബ്ദത്തിലൊന്നും കേട്ടോ. ബേസിക്കലി ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ആദ്യം ഞങ്ങൾ 2 പ്ലാനാണ് ഉണ്ടായിരുന്നു. ഒന്ന് ഞങ്ങൾ എല്ലാവരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ട് വന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഈ സെക്യൂരിറ്റി കാണിച്ച ബ്ലാക്ക് ക്യാറ്റ്സ് വന്നിട്ട് VIP കൊണ്ടുവരുന്ന രീതി, അതായിരുന്നു ഒരു പ്ലാൻ. അപ്പോഴാണ് ഈ അനുസരിച്ച് അവരെല്ലാവരും എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി. ആരും ഇവിടെ വിളിക്കാൻ സ്വീകരിക്കാൻ വന്നില്ല എന്നുള്ളത് വെച്ചിട്ട് ഇടയിൽ ബൈ ദ റോഡ് ഇന്റർസെപ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. സോ ഇവിടെ കാണാൻ വേണ്ടിയൊക്കെ സത്യഞ്ഞാലും കൊൽക്കത്ത എന്നൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ മാത്രമേ പോയില്ല. ഐ എം സപ്പോസ് ടു ബി ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്ലാൻ. ഞങ്ങൾ കോഡ് വേർഡ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. ഈ വഴി കൂടെയാണ് പോണെങ്കിൽ ഈ വാർഡ്, ഈ വഴി കൂടെയാണ് പോണെങ്കിൽ ഈ കളർ, അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചായിരുന്നു. ഞാൻ കളറൊക്കെ കൃത്യമായിട്ട് അവർക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തു. വണ്ടി കയറി ഭയങ്കര സങ്കടവും. ഞാൻ പറഞ്ഞു ജോമിയും കെവിയും അവര് എവിടെയോ കറങ്ങാൻ പോയി. സച്ചിൻ ചേട്ടൻ വന്നത് ഇവിടെ അറിഞ്ഞിട്ടില്ല. ജസ്മി ആണെങ്കിലും ആ സമയം ജസ്റ്റ് കല്യാണം കഴിഞ്ഞായിരിക്കുന്നതുകൊണ്ട് അവള് അതിന്റെ ഇതിലാന്ന് വെച്ചു. എന്റെ രീതിയിലല്ലേ അവള് കിടന്ന് ഉറങ്ങി കിടന്നു. ഞാൻ പറഞ്ഞു ഇവിടെ എന്റെ വിടാൻ വരുന്നു, അവളെ ഒന്ന് ചവിട്ടുന്നു, ഫുൾ തെരഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയം ഇവർ ഈ കോഡ് മറന്നു. അപ്പൊ ഞാൻ ഇറങ്ങിയതും ഈ കോഡ് വന്ന് പേര് വഴിയാണ് നമുക്ക് കൺഫ്യൂഷനായി. പിന്നെ അപ്പൊ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ സ്ഥലത്തിനെക്കാളും കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അവർക്ക് വണ്ടി മനസ്സിലായി മുമ്പിൽ കയറി വന്ന് നിന്നെ. അപ്പൊ ഇവരെല്ലാരും വന്ന് ഇവിടെ ഹാപ്പി ആയി. പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഹാപ്പി ആക്കി. അതൊരു പക്ഷെ ഈ വർഷം ഞാൻ പ്രതീക്ഷിച്ചു ഒരുത്തനെയും പോലും. അത് ഈ വർഷം എല്ലാവരും സിറ്റുവേഷൻ ഡിഫറെന്റ് ആയിരുന്നു. എല്ലാരും കുറെ കൂടെ ബിസി ആയി, വർക്കിലായി. പണി അന്ന് പണിയൊന്നുമില്ല. അന്ന് സത്യം കേട്ടോ. അന്ന് വന്നപ്പോ ആർക്കും എനിക്ക് ജോലിയില്ല, ജോലിയില്ല, ജോമിക്ക് ജോലിയില്ല. ഞാൻ വെക്കേഷന് വന്നിരിക്കും. ലല്ലു വെക്കേഷന് വന്നിരിക്കുകയായിരുന്നു. എല്ലാരും പണിയില്ലാണ്ട് ഇവിടെ ചീത്തകളിയായിരുന്നു. എപ്പൊ നോക്കിയാലും നമ്മള് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ എല്ലായിടും പറഞ്ഞയച്ചു. പിന്നെ ഫൈനലി ഓക്കെ നമ്മള് പക്ഷെ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും അത്രയും ലീവും ഇല്ല. അതിൻ്റെ കൂടെ എല്ലാവരും ഇച്ചിരി ബിസി ഷെഡ്യൂളായി പോയി. ടൈമിങ്സിന് മെയിൻലി ഞാനാണ് ആക്ച്വലി ഐ ആം റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് മോസ്റ്റ്ലി. കാരണം എൻ്റെ ഐ വർക്ക് ദ US ടൈമിങ്സ്. ഞാനിപ്പോൾ ഇത്ര അലേർട്ടായിരിക്കണം എന്ന് വെച്ചാൽ ഈ സമയം ഞാൻ ഓഫീസിൽ നിന്ന് ജോലി ചെയ്ത ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പം വീക്ക് ഡേയ്സിലാണെങ്കിൽ ഈവനിങ് ഇറങ്ങണമെന്ന് വെച്ചാൽ ഇവർക്ക് പറ്റുന്നില്ല. ഞാൻ ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇറങ്ങാത്തതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. ലൈക്ക് ഇതിന് മുന്നേ 2 തവണ എന്തോന്നോ ഞാൻ ഇവിടെ വന്നിട്ട് ലൈക്ക് ഞാൻ 1 മാസത്തിൽ കൂടുതലായി വന്നിട്ട് 2-3 തവണ കണ്ടതുണ്ട്. അതിനുശേഷം എന്താ പറ്റുന്ന ആ ടൈമിങ്ങിന്റെ പിന്നെ പിന്നെ എന്നെ ഞാൻ വന്നു ഫസ്റ്റ് 2 weeks കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ കുറെ അപ്പോൾ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാമെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് കാനഡയിൽ പോവാണ്. ഇറ്റ്സ് എ ഹൊറബിൾ തിങ് ടു തിങ്ക് അബൌട്ട്. കാരണം നമ്മൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല.
ആൻഡ് ഇവിടെ ഇന്ന് ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് വെരി ഹാപ്പി അബൌട്ട്. അല്ലെങ്കിൽ പിന്നീട് ഞാനിത് ചെയ്യണം. അയ്യേ. അല്ല അല്ലെങ്കിൽ അതല്ല പിന്നെ അല്ലെങ്കിൽ നിന്നെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷെ അത് വീഡിയോ കോളായിരിക്കും. അത് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കത് ഞാൻ പുറത്തിറക്കത്തില്ല. അങ്ങനെയല്ല, എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ആ ഒരു വെരി ഗുഡ്. ബട്ട് യാ അത് കിട്ടിയതൊന്നുമില്ല. എന്റെ ഫസ്റ്റ് അങ്ങനെ എന്റെ ആദ്യത്തെ കിഴക്കേൽ ബൈറ്റ്സ് എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ ആദ്യത്തെ ഗസ്റ്റായിട്ട് എന്റെ ടീച്ചർ വന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. I'm glad about it. Yeah. എനിവേ ഞാനൊരു വലിയ കിടലമായോണ്ട് ഇനിയുള്ള വ്ലോഗ്സ് ഒക്കെ നന്നായിട്ട് വരുമെന്നാണ് എന്റെ വിശ്വാസം. ഹോപ്പ്ഫുള്ളി ഞാനും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഞാൻ ഇടുന്ന സാധാരണ വ്ലോഗ്സിനെക്കാളും ഇന്റർവ്യൂ ഒക്കെ ആയതുകൊണ്ട് ലെങ്തിയർ ഒക്കെയാണ്. സോ മാക്സിമം ബോറടിപ്പിക്കാതിരിക്കുക, മാക്സിമം ഫണ്ടിങ് ഒന്നും കെട്ടുന്നതായിരിക്കത്തില്ല. ആരും എല്ലാവരും അത് അവർക്കറിയാമല്ലോ എവിടെയാണ് കിടക്കുന്നത്. നേരത്തെ ഇല്ലാത്തൊരു സാധനമാണ്. എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് എവിടെയൊക്കെയോ എത്തി. ഓക്കെ ഞാൻ പറഞ്ഞില്ല. ഇതാണ് പാവം. താങ്ക്യൂടാ എല്ലാവരും. ഐ ലവ് യു ടു. ശരി പിന്നെയും കാണാം വേറൊരു ബ്ലോഗിനായി. മിച്ചർ വ്ലോഗ്സ് കീപ് വാച്ചിങ്. And this is the normal part. Thank you for watching. Bye. I hope you have a great day. Bye.